ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ, പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ, പുലാക്കോട്, ചേലക്കര. ഫോൺ 7306722808. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് മൂലം കിടത്തി ചികിത്സ നിർത്തിവെച്ചിട്ട് മാസങ്ങളായെന്ന് പരാതി. സൗകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാരില്ലാത്തതിനാൽ പൂട്ടിയിടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരില്ലാത്തതുമൂലം കിടത്തി ചികിത്സ നിർത്തിവെച്ചതോടെ രോഗികൾക്ക് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെയോ തൃശൂർ മെഡിക്കൽ കോളേജിനെയോ മറ്റ് സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. പ്രതിദിനം 300 മുതൽ 400 വരെ രോഗികളെത്താറുള്ള ആശുപത്രിയിൽ 32 കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമുണ്ടെങ്കിലും ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുകയാണെന്നും പരാതിയുണ്ട്. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചുവെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ വീണ്ടും കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടുകയായിരുന്നു. ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു IP തുടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരസഭയും ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരും നഗരസഭയിലെ സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് IP ഇതുവരെ വഴി. കഴിഞ്ഞ ദിവസം കൗൺസിലടക്കം പറഞ്ഞപ്പോൾ ചെയർമാൻ അടിയന്തരമായി അടുത്ത ദിവസം തുടങ്ങുന്നതാണ്. എന്നാൽ HMC യോഗത്തിൽ ഇവിടെ മതിയായ ജീവനക്കാരില്ല എന്ന കാരണം കൊണ്ട് IP നീളുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകൾ, ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഒരുപാട് ഈ ആശുപത്രികൾക്ക് കിട്ടുമ്പോഴും അതൊക്കെ കൃത്യമായി വിനിയോഗിക്കാതെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. ഇവിടെ കുളപ്പുള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രി, ആ ആശുപത്രി പൂട്ടിയതിനു ശേഷം നാളിതുവരെ ഒരു ജനനം ഷൊർണൂർ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് ഗതികേടിലാണ് ഷൊർണൂരുകാർ. അപ്പൊ ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ജനകീയമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ഷൊർണൂരിലെ ഈ ആശുപത്രിയിലേക്ക് അടിയന്തരമായി ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗിയാണെങ്കിൽ അയാളെ അടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് സാധാരണക്കാരൻ. ഇത് കൃത്യമായി പറഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും നഗരസഭയും ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയ നീതി നിഷേധം. നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രതിസന്ധി എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ. SSLC +2 കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ, ഭാവി സുരക്ഷിതമാക്കൂ. ജീവിത വിജയം നേടിയ 10,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും. പഠനം വളരെ എളുപ്പം. പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ, ടാബ്, GSM പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി, നേരിട്ട് വിദേശാവസരങ്ങളും. ബ്രിഡ്കോ JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.